പുതിയൊരു മറ്റു വീഡിയോക്ക് സ്വാഗതം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് 2 ദിവസം എവിടെ ഇനിയും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാരെ നമ്മളോട് ചോദിച്ചു ചെയ്തിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് നമുക്ക് വിശദമായിട്ട് വരാൻ പറ്റിയില്ല. 2 ദിവസത്തെ ഊക്കൊന്നും പിന്നെ ഈ ചങ്ങായിക്ക് ഉണ്ടായില്ല, പിന്നെ അവൻ്റെ വീഡിയോ കണ്ടില്ല എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒക്കെ നമുക്ക് വിശദമായിട്ട് അറിയിക്കാം. അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് നമ്മളെ വീഡിയോ എന്നും ഉണ്ടാവും. ഓക്കെ, നിങ്ങളെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ല കുഞ്ഞോളെ, മൈക്ക് അടുത്ത് പിടിച്ച് എന്തും വേണേ കുഞ്ഞൊക്കെ പറയാം. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ വീട്ടിൽ എന്തൊരു വ്ളോഗ് എന്നതിന് പറയാം, ഡെയിലി വ്ളോഗ് എന്താണ് പറയാ, അടുത്ത് കുടിച്ചിട്ട് പറയാം, അടുത്ത് കുടിച്ചിട്ട് പറയാം മൈക്ക, ഡൈമേ ലൈഫ് പറഞ്ഞിട്ട് എന്തൊക്കെ നമ്മൾ നമ്മളെ ദൈനംദിന അല്ലെങ്കിൽ നിത്യജീവിതത്തെ കുറിച്ചുകൊണ്ടുള്ള ഒരു സംഗതി, അതാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. അത് പിന്നെ ഞങ്ങൾ പോണതും വരുന്നതും ഒക്കെ ഇതിലുണ്ടാവും. നമ്മളെ കുടുംബമാണല്ലോ, നിങ്ങൾ കാണും ചെയ്യും. പിന്നെ ഇപ്പം എന്നും പറയണ പോലെ സബ് ചെയ്യണമെന്നൊന്നും ഞങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ ചെയ്യും എന്നുള്ളത് വെച്ചറിയാം. പിന്നെ ഇപ്പം എന്താ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഞമ്മക്കാ എന്താണ്, നമ്മൾ മര്യാദയ്ക്ക് വീഡിയോ ഇടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ കാണാൻ ആളില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ ലൈക്ക് അടിക്കാറില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇട്ടിടത്തോളൊക്കെ അല്ല സപ്പോർട്ട് തന്നെ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ തുടർന്നും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞോൾ ഇന്ന് നമുക്ക് ചൂലും മഫൊന്നും തന്നിട്ടില്ല. ഇന്ന് കുഞ്ഞോള് പറയണം എന്താ വെച്ചാൽ മരുന്ന് പോയി കൊണ്ടുവന്നോളി, ഓക്ക് ഇന്നലെ മരുന്നിന് ഇതിനകം വാങ്ങിയിട്ടില്ല, പോയി വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാനേ കുഞ്ഞോക്ക് ഇന്നലെ ഡോക്ടറെ കണ്ടിന്, അപ്പോൾ അതിൻ്റെ മരുന്നിന് വേണ്ടി പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ഉടനെ നമ്മുടെ പൊന്നൂൻ്റെ അനുവിൻ്റെ കല്യാണം ഉണ്ട്, അവിടെ പോകണം ഇൻഷാ അല്ലാഹ്. വണ്ടി തിരിച്ചട്ടെ. പിന്നെ ഒരു മിനിറ്റ് കേട്ടോ, കുളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കല്യാണത്തിന് നമ്മൾ കുളിച്ചാന്ന് വിചാരിച്ചു. നോക്കേ, വേഗം ഇറങ്ങിക്കോട്ടോ, ഇനി വെറുതെ പച്ചമുളിക്ക് ഇട വരുത്തണ്ട. ഞാൻ നേരത്തെ കുഞ്ഞാച്ചി നീപ്പിച്ചേക്കണ്. അന്നോടാ പറഞ്ഞത്, ഞാൻ വേഗം വരും, ഇവിടെ ഞാൻ വന്ന ഉടനെ പോകണം. ഇപ്പോഴും കുളിച്ചിട്ട് കൂടിയില്ല, വേഗം നോക്കിക്കോ. ശരി. അപ്പോൾ ഗായ്സ്, എന്താ സംഭവിച്ചാലും അല്ല പെണ്ണുങ്ങളാരല്ലേ, പിന്നെ ഒക്കെ 1 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ 2 മണി ആകും. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എങ്കിലും ഒന്നങ്ങോട്ട് ചൂടാക്കെ വെക്കുന്നത്. അതായത് കല്യാണത്തിന് ഞങ്ങൾ 11 മണിക്ക് പോകണം എന്നാണ് ഞാൻ, അതായത് ഒരു 11 മണി എന്ന് പറയുന്നത് 1:30 ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെ പറയണല്ലോ പെണ്ണുങ്ങളാരോട്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, പെട്ടെന്ന് പോകണമെന്ന്. പെട്ടെന്ന് ഇപ്പോൾ അവിടെ പോയിട്ടൊന്നും കാട്ടാണ്ടിട്ടല്ല, എനിക്കറിയാം. അത് പെട്ടെന്ന് പറയാണ്ട് ഇവിടുന്ന് താങ്ങുമ്പോഴേ ഒരു 1 മണിക്ക് തന്നെയും അല്ലെങ്കിൽ 1:30 ഇറങ്ങുള്ളൂ ഇവിടുത്തെ. അപ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. നമ്മുടെ ജീവനും മറ്റുള്ള ജീവനും കൂടെ അപകടം ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഈ മൊബൈൽ ഉപയോഗം. അങ്ങനെ ഗായ്സ്, പിന്നെ വീണ്ടും ഞാൻ പറയുന്നത് പതുക്കെ പോവുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബ്ലോഗ് മുന്നിൽ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് പതുക്കെ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ എടുത്തിട്ടുണ്ട്, അല്ലേ ഞാൻ എടുക്കൂലേ. പിന്നെ ഓളെ മരുന്നും ഗുളികയും കിട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോണ്, മരുന്നും ഗുളികയും കൊടുക്കണ്. ഓളോട് പെട്ടെന്ന് ഒരുങ്ങാൻ പറയണം. എന്നാലേ ഇപ്പം നമ്മളെ ചിഞ്ചു എന്നല്ല കേട്ടോ, ചിഞ്ചുവിൻ്റെ 5ൻ്റെ പേര് അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുകയാണ്. ചിഞ്ചു അല്ല, അനുവിൻ്റെയും പൊന്നൂൻ്റെയും കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഗായ്സ്, പിന്നെ ഇൻഷാ അല്ലാഹ് പുതിയപ്പിളിനെയൊക്കെ കാണിച്ചാൽ കേട്ടോ, വേറെ ലെവലാണ്. ഒരു വൈബാണ്, വൈബ് കപ്പിൾസ്. കുഞ്ഞോള് വിളിച്ചിനിപ്പോൾ പഞ്ചാര കഴിഞ്ഞിക്കണ് പെരീത്ത് പറഞ്ഞിട്ട്. അപ്പോൾ 1 കിലോ പഞ്ചാര വാങ്ങാൻ പറക്കണം. പോയിട്ട് വാങ്ങട്ടെ, നമ്മളെ തച്ചും കൂടെ നമ്മളെ നാണിൻ്റെ കടയിൽ തന്നെ കേട്ടോ. പഞ്ചാരല്ലേ, ഞാൻ പിന്നെ പണ്ടേ പഞ്ചാര ഒന്നും കൂട്ടൂല. ഓരൊക്കെ പഞ്ചാരക്കൊണ്ട് ഇറങ്ങി കുത്തിറക്കലാണ്. ഓർക്കൊക്കെ ഇപ്പം എൻ്റെ പെരീക്കൊക്കെ 2 ദിവസം കൂടുമ്പോൾ ഓരോ കിലോ പഞ്ചാര വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 കൊല്ലം 3 കൊല്ലത്തിൽ പോലും ഞാൻ ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ 1 കിലോ പഞ്ചാര ഞാൻ ഉപയോഗിക്കണില്ല, അത്രയും കുറവാണ്. അങ്ങനെ കാശ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓള് ഏൽപ്പിച്ച പഞ്ചാര 1 കിലോ പഞ്ചാര മറ്റേ ഗുളിക്കൊക്കെ ഓളെ തന്നെ ഏൽപ്പിച്ചിട്ടോ. ഞോളെ എന്നാ എന്താ നോമ്പ് പറ്റിക്കണ, നോമ്പ് പറ്റിക്കാണ്ട കല്യാണത്തിനോ നിൽക്കണം, കല്യാണത്തിന് വേണ്ടേ പഞ്ചാര ഗുളിക കുടിച്ച. ഇത് കാഴ്ചക്ക് കൊണ്ടുവന്നല്ല, ഇത് കുടിച്ചാലാണ് കേട്ടാ. നമ്മളെ പോക്കറ്റിലുള്ള കായ് ഓൽക്ക് കൊടുക്കണത് ഓൽക്ക് കഞ്ഞി കുടിച്ചാനല്ല, ഞമ്മക്കും കൂടി ഒരു ഉപകാരം കിട്ടാനാട്ടോ അതൊക്കെ വാങ്ങിക്കണത്. ഇതിങ്ങനെ ഷോക്കേസിൽ ഇപ്പൊക്കെ അങ്ങനെയൊക്കെ രീതിയാണ് ഗായ്സ്. സകല ഗുളികയും വാങ്ങിച്ച ഷോക്കേസിൽ അലങ്കാരമായിട്ട് വെക്കുക. അതിനും ചെറുത്ത് ഒഴിഞ്ഞ കായില്ല ഗായ്സ്, അല്ലേ?
നമ്മളെ വിചാരം അതൊക്കെ അലങ്കാരത്തിന് ഉപയോഗിക്കണമെന്ന് കുടിക്കാനുള്ള കേട്ടോ. മര്യാദയ്ക്ക് കുടിക്കുക. നമ്മളെ കുഞ്ഞോള് പോണ കളി ചേട്ടാ പാവാണ് കുഞ്ഞോള്. ഞേയ് ഉമ്മ അവിടെ അല്ലല്ലോ അടുക്കളയ്ക്ക് ഇതും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഈ സഫീർ ഇത് പറഞ്ഞാണ്ട് ഇങ്ങോട്ട് ആക്കാൻ നിൽക്കണ്ട അല്ലേ മാണ്ടഞ്ഞ് പാവല്ലേ. അവിടെ ഇമ്മ അവിടെ എന്താ തട്ടോ ഇതൊന്നും ഇടാക്കാണ്. ഉമ്മക്ക് ഭയങ്കര കുറവാണ്. ഇമ്മക്ക് വലിയ കുറവൊക്കെ തന്നെയാണ്. പക്ഷേ ചീത്തയും പറയും. എന്നാൽ അതൊക്കെ എടുത്തു കഴിഞ്ഞാലോ ഒന്ന് കാണട്ടെ മാനേറിടുമ്പോൾ ഇരുന്ന് ആസ്വദിച്ച് കാണും ചെയ്യും. അതൊക്കെയാണ് ഇവിടുത്തെ കോമഡികൾ. കുഞ്ഞോളെ ഒരുങ്ങിക്കോ കേട്ടോ, സമയം കുറേ അയക്കണേ. ഇനി നമ്മൾ വേങ്ങര പോകണം, കോഴിക്കോട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ്ട്. ഓക്കെ, അപ്പോൾ വേഗം നോക്കിയാലേ നമ്മൾ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. ആരോടാ പറയണത്? അത് കേട്ടിട്ട് ഇതിലെ കേട്ടിട്ട് ഇപ്പുറത്തൂടെ വിട്ടുക. എന്നായിക്കോട്ടെ ഗായ്സ്. അപ്പൊ ഗായ്സ് ഞാനേ ചിഞ്ചുവിന്റെയും ചിഞ്ചു അല്ല അനു പിന്നെ ഇവലെങ്ങനെ മറക്ക 100 രൂപ അനു അല്ല പൊന്നു എന്നാണ്. ആയിക്കോട്ടെ. അപ്പൊ അവിടെ മറ്റോന്റെ ചിഞ്ചു ആയോണ്ട് അപ്പൊ എന്തായാലും അനുവിന്റെയും പൊന്നൂന്റെയും നമുക്ക് ഇവല് വിളിച്ചാൽ പേര് വിളിച്ചാൽ മതി. പൊന്നൂന്റെയും കല്യാണത്തിന് ഇങ്ങനെ പോണ പരിപാടിയിൽ അപ്പൊ നമ്മളെ കുഞ്ഞിണ്ട് കേട്ടോ. കുഞ്ഞിനെടുക്കാൻ വേണ്ടി പോയതാണ്. കുഞ്ഞിനെ കുറെ ആയിട്ടുണ്ടാവും നിങ്ങൾ ഇതിൽ കണ്ടിട്ട്. കുഞ്ഞി പേരും തിരക്കാണെന്നാ പറഞ്ഞത്. വീടേക്ക് വിളിച്ചാലും വരൂല ഇപ്പൊ പണ്ടത്തെ മരുന്നല്ല. പിന്നെ അപ്പൊ കുഞ്ഞിൻ്റെ അടുത്ത് പോവുകയാണ്. മറ്റേ കുഞ്ഞോളവിടെ റോട്ടുമ്പോ കയറിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഓളെ എടുത്തിട്ട് കല്യാണത്തിന് പോവും. ബാക്കി അവിടുന്ന് നമുക്ക് കാണാം കേട്ടോ. ശരി എന്നാല്. മക്കളെ കുഞ്ഞോളാട്ടാ വരുന്നത്. ഈ സ്ലോ മട്ട വരെ കിട്ടോ ഈ ജാതി ലുക്ക് കണ്ടോ? ഒക്കെ അറിയാം ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ എന്താന്നോ മറ്റേ പെങ്ങന്മാരെ കുട്ടികളാട്ടോ. നിമ്മുൻ്റെ കുട്ടികളാണ്. അല്ലല്ല അവിടെ ഇരുന്നോ. കുഞ്ഞോളെ അജോ ആ സാധനത്തെ കൂടെ നിൽക്കല്ലേ കേട്ടോ നിങ്ങള്. അത് ഇതൊക്കെ ഉണ്ട് അവിടെ സാമഗ്രികൾ. കുഞ്ഞോളെ നമുക്ക് നോക്കിയിരിക്കും കേട്ടോ. അയ്യ അങ്ങനെ നോക്കല്ല, അങ്ങനെ ഒന്നായിട്ട് ഇടല്ലേ. എല്ലാം പൂട്ടിയില്ല. അത് പൂട്ടിയില്ല, അതുകൊണ്ടാണേ സിബിട്ടിട്ടില്ല. എന്നാ എന്നാ കുഞ്ഞോളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോളോട്. ഞാൻ വണ്ടിയും തിരിച്ചേട്ടാത്തോളൂ. എന്നാ എന്തെങ്കിലുമൊക്കെ പറയുന്ന മൈക്കി മുടിച്ചിട്ട് ഒറ്റ മിനിറ്റ് കേട്ടോ കുഞ്ഞോളെ. എന്തും പറഞ്ഞ അല്ല ഞാൻ വണ്ടി ഒന്ന് പിടിച്ചോട്ടെ കുഞ്ഞോളെ. തിരിച്ചട്ടെ ഓള് കുട്ടിൻ്റെ ഇത് പിടിച്ച് ജനത്തന്നെ അങ്ങനെ പിടിച്ച എന്തെങ്കിലുമൊക്കെ അങ്ങനെ പിടിച്ചല്ലേ. ഇവിടെ പിടിച്ചോ. ഇവിടെ കുഞ്ഞോളെ ഇങ്ങനെ പിടി. ഞാൻ എന്നെ തന്നെ എൻ്റെ മുഖത്ത് നമുക്ക് തിരിച്ചിട്ടോ. ഇങ്ങനെ ഓരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ വണ്ടി തിരിച്ചതിന് ശേഷം മൈക്കാൻ്റെ കയ്യിലല്ലേ, മൈക്ക് അടുത്താണ്ട് പറയാട്ടോ. എന്തൊക്കെ സുഖങ്ങൾ? കല്യാണത്തിന് പോവാണ്. നജുണ്ട്, അമ്മക്കുട്ടി ഉണ്ട്, പിന്നെ നമ്മള് നാത്തൂനുണ്ട്. കുഞ്ഞിനെ ഞാൻ കാണിച്ചു കൊടുത്തോരട്ടോ. കട്ട് ചെയ്തണ്ടിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പോവാണ് കല്യാണത്തിന് കേട്ടോ. നാച്ചുറൽ അല്ലേ. പിന്നെ പറഞ്ഞെടുക്ക്. പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മൈക്ക് അടുത്ത് വെച്ചിട്ട് പറഞ്ഞു. പിന്നെ എങ്ങനെ കോസ്റ്റ്യൂം അങ്ങനെ വെച്ചു? കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയുണ്ട്? മൈക്ക് അടുത്ത് വെച്ചോണ്ട് പറയാ. കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയാം. എന്റെ ഭാഗത്തേക്ക് പിടിച്ചാ മതി കേട്ടോ. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയാണ്? എന്റെ ഭാഗത്തേക്ക് പിടിച്ചാ ഞാൻ പിടിച്ചാണ്ട. ഞാൻ ഇതുവരെ കാണുന്നില്ലേ ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ച് ഒരു അഭിപ്രായങ്ങൾ പറയണം. അതേപോലെ ഓളെ മാസ്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം. കുഞ്ഞോളെ ഒരു മൂലക്കാണിച്ച് കൊണ്ടുപോകണം. അന്നെ ശരിക്കും പിടിച്ചാൽ അങ്ങനെ കൂടി. പിന്നെ കണ്ണ് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇൻഷാ അല്ലാ. ഇനി ഇപ്പൊ മൂക്ക് വരെ കണ്ടില്ലേ. ഇനിയിപ്പോ ആ തൊള്ളന്റെ അവിടെ ഇവിടെയുള്ളല്ലോ കാണാൻ ബാക്കി. അതും ഇപ്പൊ അടുത്ത് കാണും അല്ലെ കുഞ്ഞോളെ? പിന്നെ കുഞ്ഞോള് നല്ലോണം ചോറൊക്കെ വെച്ചോ അവിടെ പോയാല്? ഓക്കെ. ഇത് പറ്റൂലേ, ബിരിയാൻ പറ്റൂല. ഓട് നെയ്ച്ചു വേണ്ട, വെറുചോറേ തിന്നുള്ളൂ. അവിടെ ഉണ്ടാകുവോ? പറഞ്ഞു പെട്ടോന്നല്ലോ. എന്ത് പല കല്യാണത്തിലും നെയ്ച്ചോറും ബിരിയാണി തിന്നണ ജനങ്ങൾ എന്നോ കണ്ടിട്ടുണ്ടോ? ആളായി പറഞ്ഞതാണ് ഇപ്പൊ ഇവിടെ.
പറ്റൂല എന്നൊക്കെ പറയാ, ഈ കുട്ടിക്ക് അങ്ങനെ നല്ല നല്ല ഭക്ഷണം ഒന്നും പറ്റൂല എന്നൊക്കെ ആൾക്കാർ കരുതാൻ വേണ്ടി അങ്ങനെ കരുതി പറഞ്ഞിട്ട് കാര്യല്ലേ, അതൊക്കെ ഒരു കണ്ടു. എന്നൂടെ വെച്ചാ കട്ടെ രണ്ടാ ഭാഗത്തേക്ക് തിരിച്ച്. അപ്പൊ ഗായ്സ് എന്നാ പിന്നെ കാണട്ടോ. ഞങ്ങള് ചോറൊക്കെ കഴിച്ചാൽ അവിടെ എത്തിയ ശേഷം കാണാം നമുക്ക്. അപ്പൊ ഗായ്സ് ഞങ്ങളിവിടെ ലൈലാത്തി നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ, ഈ ഒരു ഓഡിറ്റോറിയത്തിലാട്ടോ നമ്മളെ കല്യാണം നടക്കണേ. എന്നാ വരിട്ടോ, പോരും 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 പോരും. ഞങ്ങളാ ബിരിയാണി കഴിക്കണ്ടേ? ബിരിയാണി കഴിക്കണ്ട ചോദിച്ചാ എവിടെ? കുഞ്ഞോളെ കോസ്റ്റ്യൂം അങ്ങനെ ഉണ്ട്. ഓക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. അല്ല കുഞ്ഞോളെ ഗിഫ്റ്റ് കിട്ടിയല്ലേ? ഓള് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ് ഇത്. ഞങ്ങളാ ചെരുപ്പ് ചെരുപ്പ് അടിപൊളിയൊക്കെ ഉണ്ടോ? അജോ മൂക്കൊളിച്ചുണ്ടോ? മൂക്കൊളിച്ചണൊന്നുമില്ലല്ലോ. എന്നാൽ ഞങ്ങളെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. നമ്മളെ കാരണവരാട്ടോ കുഞ്ഞുട്ടി. കുഞ്ഞുട്ടിൻ്റെ ചെറുക്കൻ്റെ കല്യാണമാണ്. നമ്മളെ ചോരത് കേട്ടോ. അല്ല കുഞ്ഞുട്ടിയാ കാരണന്മാരൊക്കെ അഞ്ചന്മാരെ കെട്ടിപ്പൊളിച്ചാറല്ലേ അപൂർവൊക്കെ വായിച്ചാണ്. കുഞ്ഞപ്പോ നാട്ടിൽ ഞാൻ വന്നിട്ടൊക്കെ ഇപ്പോ ഏകദേശം രണ്ടാഴ്ച നമ്മളെ കാരണന്മാര് സജീവമായിട്ട് ഉണ്ട് കേട്ടോ. വേറെ കാരണവരോടെ എല്ലാ കാരണന്മാരോടെ ഉണ്ട്, നമുക്ക് കാണാട്ടോ. അങ്ങനെ കാശ് ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ടോ. ഞങ്ങൾ ചോറ് വയ്ക്കണ വീട് കഴിഞ്ഞ് വെറുതെ പൊടിക്കണ്ട എന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല, അപ്പം നമ്മൾ തിന്നണ വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും കുഞ്ഞോളെ എന്താ കഴിച്ചത്? മന്തി. മന്തി മന്തി. എന്തൊരു മന്തി? ചിക്കൻ മന്തി. എന്തൊരു ചിക്കൻ? ചിക്കൻ്റെ ചിക്കനാണോ കേട്ടോ അവള് കഴിച്ചത്. കുഞ്ഞ് എന്തൊക്കെയാ കഴിച്ചേക്കണേ? കുഞ്ഞ് വെറും ബീഫ് ബിരിയാണിയാ. 4 ആൾക്കുള്ളതാട്ടോ കുഞ്ഞ് കഴിച്ചിരിക്കണത്. 2 കുട്ടികളൊക്കെയാണ്. ഇവിടെ വരികടാ, ഇവിടെ വരികടാ. പിന്നെ അപ്പൊ അങ്ങനെ ചെക്കനും പെണ്ണിനും കാണിക്കാണ്ട് ചെക്കനും പെണ്ണും ഇല്ല പറയാലോ. ഓലായി കൂടെ കജ്ജടിച്ച് അടുക്കാണ്. ആ സ്റ്റേജിൽ വരെ ഒന്നും ഉത്തരക്കണില്ല. പിന്നെ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ പിടിച്ച ഓലിതാണ് അങ്ങോട്ട് ഒഴിഞ്ഞ് നടക്കണേ. അപ്പൊ നമ്മളെ ഇവിടുത്തെ എല്ലാ കല്യാണ പരിപാടിയും ഉണ്ടാവുമല്ലോ ഒരു മെയിൻ. ഇവിടുത്തെ മെയിൻ നമ്മളെ പാപ്പേട്ടോ, മുതിർ കണ്ടോ. കണ്ടല്ലേ മൂപ്പരങ്ങനെ എല്ലാരും കൈയോടിച്ച് ക്ഷണിക്കാട്ടോ. കവാലിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മളെ മണവാളിനും മണവാട്ടിരിക്കണ നമുക്കൊന്ന് അടുത്ത് പോയോക്കാം. നിങ്ങളെ പൊന്നും ആനൊക്കെ ഇരിക്കാണ്ടച്ച് എന്താല്ലേ നല്ല ഉഷാറായിക്കട്ടെ. രണ്ടും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമ്മളെ കവാലി ടീമുകളൊക്കെ ഉണ്ട്. കുഞ്ഞോള് മാസ്ക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവളെ മുഖത്തേക്ക് തിരിക്കുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണോ. ആ കുട്ടികളൊക്കെ ഉള്ളതൊക്കെ ഇതിൽ പെടുത്തിയാൽ മതിയല്ലേ. വൈറ്റൊക്കെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോയി. അത് ഇവരെ കൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് പോലെ. സാറില്ല അങ്ങനെ ഓരോ പല മിസ്റ്റേക്കുകൾ വരുമല്ലോ തുടക്കല്ലേ. ആ മിസ്റ്റേക്കുകൾ ഇങ്ങനെ വരുമ്പോ ആ മിസ്റ്റേക്കിന്റെ തിരുത്തലാണല്ലോ നമ്മളെ അടുത്ത ഒരു വീഡിയോയുടെ വിജയം എന്ന് പറഞ്ഞാല്. അല്ലെ കുഞ്ഞോളെ? അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. കുഞ്ഞോള് എന്നുള്ള പേര് മാറ്റി മാസ്ക് മോളൊക്കെ പോവാണ്. ഞാൻ അങ്ങനെ ആയിക്കോട്ടെ തന്നെ ആ പഠിക്കും. കുഞ്ഞോള് എന്നുള്ള പേര് ഞാൻ മാറ്റിയേക്കുന്നോളെ ഞാൻ മാസ്ക് മോള് എന്നുള്ള പേരാണ്. അതാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പേരിടാൻ പോകുന്നത്. പൊടിച്ചാണ്ട് ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പൊണ്ണുണ്ടാവോ കുഞ്ഞോളെ? പിന്നെ ഇത് കഴിഞ്ഞാല് കാഴ്ച ഞങ്ങള് വേങ്ങര പോണം. എൻ്റെ ഒരു ചങ്കുണ്ട് മജീദ് ഊരകം. വേങ്ങര ഊരകത്തൊന്നും പോകാണ്ട് അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ കോഴിക്കോടൊന്നും പോകാണ്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. മഴയാണോ ചൂടാണോ വെയിലാണോ ഒന്നും അറിയിക്കോട്ടിട്ടോ. പിന്നെ ഐസൊക്കെ വാങ്ങിക്കൊടുത്ത കുട്ടിയൊക്കെ നമ്മളെ ഫാൻസിന് ഐസൊക്കെ വാങ്ങിക്കൊടുത്തിന്. ആ വീട് നമുക്ക് പിടിച്ചാൽ പറ്റില്ലല്ലോ കുഞ്ഞോളെ. ഏതായാലും അങ്ങനെയൊക്കെ പോണ് മക്കളെ. പറയാ ആയിക്കോട്ടെ, കുറച്ചായിട്ട് കാണാം. കുഞ്ഞോളെ ഇന്നലെ വാങ്ങിയൊക്കെ എന്താണ് കൂടുതലല്ല കല്ലുമ്മക്കായിട്ട് അവിടെ. അപ്പൊ അത് ഇനിയിപ്പം ചിലപ്പോ ഒരു വർഷം ഞാനും ഒന്ന് പോയി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തിൽ തിരിച്ചെത്തുള്ളൂ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് വീട്ടിലേക്ക്
പോയിക്കൊണ്ട് നിൽക്കാണ്. ശരിക്കും ഇപ്പൊ കുഞ്ഞിനെ കട ഇറക്കിയിട്ട് ഞങ്ങൾ അതേമാർക്ക് പോവാണ് വേണ്ടത്. പക്ഷെ നാളേക്കൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോഴത്തേന് ആ കല്ലുമ്മക്കായ കേട് വരുന്ന കുഞ്ഞോട് പറഞ്ഞു. അപ്പൊ കുഞ്ഞോളെ കോഴിക്കോട് മോഡൽ കല്ലുമ്മക്കായ റോസ്റ്റ് കഴിക്കാം. അത് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് അല്ലേ. ക്യാമറ തൽക്കാലം കാക്കൂട്ടിട്ട് ഓഫ് ആയിക്കാം. അങ്ങനെ ഗായ്സ് ഞങ്ങളെ കൊട്ടാരത്തില് ഞങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ കടന്നുറങ്ങാൻ ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. ഇതിൽ ഉറക്കണ്ടല്ലോ ഗായ്സ്, വേറെ ലെവല, വേറെ വൈബ. കൊട്ടാരത്തിൽ എത്തിയിട്ടോ ആയിക്കോട്ടെ ഗായ്സ്. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഞാനും കുഞ്ഞോളും അത്യാവശ്യമായിട്ട് കോഴിക്കോടൊന്ന് പോകണം. പോണത് നമുക്ക് കോഴിക്കോട്ടേക്ക് സാധാരണ റൂട്ട് ഇങ്ങനെ മഞ്ചേരി കൊണ്ടോട്ടി അങ്ങനെ അല്ലെങ്കിൽ അരീക്കോട് വഴി അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്താണ് വേങ്ങര ഊരകം വഴി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സുഹൃത്തിനെ കാണേണ്ട ആവശ്യമുണ്ട്. അതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് പോകും. മടക്കം ഞങ്ങൾ വള്ളിക്ക ബസാറിൽ വരും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാനിങ്. കുഞ്ഞോളെ എന്താണ് എന്തെങ്കിലും ബേർഡ് സ്മെല്ല് വന്നിട്ട് മൂക്ക് പൊത്തിയതാണോ അതോ മറ്റേ മുഖം കാണേണ്ട എത്തിയിട്ട് കാട്ടിയതോ? എന്ത് പറഞ്ഞാലും ഈ പെണ്ണ് ചിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും അറിയില്ല. ഞാൻ കണ്ടില്ല ഇന്നേ വരെയായിട്ട് ദേഷ്യപ്പെട്ട് കണ്ടില്ലായിരുന്നു നോട്ടോ വർത്താനം ഞാൻ കണ്ടില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ 4 തെറി വിളിച്ചാലും അതിനും ചെറിച്ചും പെണ്ണ് ഈ ചിരി ഇങ്ങനെ ചിരിച്ചു. പിന്നെ ഞമ്മക്കുണ്ടോ തെറി വിളിച്ചാൻ തോന്നുന്നു? അല്ല അതിങ്ങനെ ഒരു സാധനം. കുഞ്ഞോളെ ഇടക്കൊക്കെ ഒന്ന് ചൂടാണ് കേട്ടോ. ഇന്നാണ്ട് തെറി വിളിച്ചാൽ ഞാൻ അതിനും ചെറിച്ചോള്. എടിച്ച് ഊമിയാണ് കരുതുവേ, ഊമിയാണെന്ന് വിചാരിക്കേ. ഒച്ചനാക്കി ഞാൻ ഇവളൊന്നും ഉള്ളുണ്ട് കേട്ടോ. അപ്പൊ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആന്ന് പറയാക്കട്ടെ. ഏതായാലേ പിന്നെ ഞങ്ങൾ പോയോക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണട്ടോ. ഓക്കെ ഗൈസ്. മക്കളെ ഞാൻ പൊതുവെ ഇങ്ങനെ സ്ഥലം കാണിച്ചു തരണം വീഡിയോ ചെയ്യലില്ല. പക്ഷെ ഇത് കണ്ടപ്പോ കാണിച്ചു തരാൻ തോന്നി. ഒരു എത്ര 90, 97 ആ കാലഘട്ടമൊക്കെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയിലുണ്ട്. ആ ഒരു കാലഘട്ടത്തെ പോലെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാം. കേട്ടോ കാണി ഇടുങ്ങിയ റോഡ്, 2 വത്തും തിങ്ങിക്കിടക്കുന്ന പൂളകൃഷി. അതിന്റെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു മലി. വേറെ വൈബാണ് മക്കളെ. ഇത് എവിടെ ഞങ്ങൾക്ക് അറിയോ? ഇത് നമ്മളെ പശ്ചിമഘട്ട മലനിരകൾക്ക് ഇടയിലൊന്നല്ല. ഇത് മലപ്പുറം ജില്ലക്കകത്തുള്ളതാണ്. അതായത് നമ്മുടെ വേങ്ങര ഊരകം ആ ഭാഗത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ. അതിന്റെ പൊന്നു ഇതെന്താണത്? ഇത് നിങ്ങൾ കാണട്ടോ. ഭയങ്കര വൈബ് സ്ഥലം. ഞാൻ എന്തൊക്കെയാ അവിടെ ഇല്ലോ എന്താണ് പള്ളിയോ എന്താ കുഞ്ഞോളെ കാണൊക്കെ സൂം ചെയ്താ പിടിച്ച് കണ്ടിട്ട് ബാക്കിലെ വണ്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് വയ്യാണ്ടൊക്കെ പൂള ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതാ. അവിടെ നമ്മുടെ നിർത്തി കാണിച്ചു തരാം. അത് നല്ലത്. അത് എന്താണ് പൊന്നു മക്കളെ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും നമ്മളെ നാട്ടിലുണ്ടോ? അവിടെ നോക്കാം. ഈ പ്രൈമക്ക് നോക്കും കുഞ്ഞോളെ. ഇങ്ങോട്ട് നോക്കുമ്പോ ഒരു മല. എന്താ മക്കളെ ഇതൊക്കെ വൈബ്. ഒരു രക്ഷയില്ലട്ടോ. പൂളകൃഷി ഇങ്ങനത്തെ നാട്. ഞാൻ സത്യം പറയാം നമ്മളൊക്കെ എന്താ നമ്മളെ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടാവുകയെന്ന്. ഇത് നമ്മുടെ വേങ്ങരക്ക് അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഇല്ല കുഞ്ഞോളെ ഇപ്പോൾ കൃഷികളൊന്നും. നമ്മളൊക്കെ പറയുമ്പോൾ വണ്ടൂര്, കാളികാവ് ആ മലകൾക്ക് മല ഏരിയകളാണ് നമ്മളതൊക്കെ. അവിടെ പോലും ഇങ്ങനെ കൃഷികളൊന്നും നടക്കണില്ല. അപ്പൊ അങ്ങനെ വേറെ രസം ഉണ്ടായി അതിൻ്റെ ഇടയില്. പിന്നെ രസം ഉണ്ടായിട്ടുണ്ട് വെച്ചാല് നമ്മള് ചങ്ങായിൻ്റെ അടുത്തേക്ക് പോയി വേങ്ങര. അവിടെ ഇതൊക്കെ കണ്ടല്ലേ നിങ്ങൾ ആ കാടൻ മലയൊക്കെ അല്ലെങ്കിൽ ആ പൂളത്തോട്ടൊക്കെ. അതിന് ശേഷം ഫോണങ്ങോട്ട് ഓഫായി. അതുകൊണ്ട് അവിടുത്തെ വീടൊന്നും പിടിച്ചാൽ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങള് കുഞ്ഞോക്ക് 1-2 സാധനം വാങ്ങണം പറഞ്ഞ SM സ്ട്രീറ്റിലെ മുട്ടായിത്തെരുവ് കോഴിക്കോട് അവിടെ വന്നിട്ടുണ്ട് ഗായ്സ്. ഞങ്ങള് അവിടെ മഴ വെച്ചിട്ടില്ലേ, മഴ ഉള്ളിട്ടില്ലേ. അപ്പൊ ഇവിടെ വന്ന് സമയം 9:30 ആയപ്പോ കുറെ തിരക്കൊക്കെ പോയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ കുഞ്ഞോക്ക് 1-2 സാധനമൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളൊരു സൈഡിലൂടെ പോകുന്നുണ്ട് മക്കളെ എന്നറത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒന്ന് തിരക്ക് കുറവാട്ടോ. ഞായറാഴ്ച ആയിട്ട് മഴ ആയതുകൊണ്ടായി. ഞായറാഴ്ച ആകുമ്പോൾ സാധാരണ തിരക്ക് കൂടുതലാണല്ലോ കുഞ്ഞോളെ. എന്നാ വേറെ ഇവിടെ എനി ടൈം ഭയങ്കര തിരക്കായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ എപ്പോൾ നോക്കിയാലും ഇതാണ്. ഉണ്ടോ? ആ ശരി. അങ്ങനെ മൂക്കൊത്തി പറഞ്ഞാൽ ആര് കേൾക്കും കുഞ്ഞോളെ? മൂക്ക് പൊത്തി പറഞ്ഞ ഇവിടുക്ക
ആയിക്കോട്ടെ, കുഞ്ഞോള് പറയുന്നു ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് ഓക്കെ എന്തൊക്കെ 1-2 സാധനം വാങ്ങാം കേട്ടോ. ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബാക്കിൽ വണ്ടി വരുന്നുണ്ട്. പിന്നെ ഒക്കെ ഇന്നത്തത് ഫുള്ളൊരു കഥല്ലേ പറയാലോ. അതായത് ചെങ്ങൈൻ്റെ വരിക്ക് എത്തിയപ്പോൾ ഫോൺ ഓഫാകലും ഇവിടെ മുട്ടായി തെരുവൊക്കെ എത്തിയപ്പോൾ 9:30 ആയതും ഓണ് വിചാരിച്ച 3 കടയുണ്ട്, 3 കടയും പൂട്ടലും ഞങ്ങൾ വിചാരിച്ച ഒന്നുകൂടെ കിട്ടാമെന്നു. ഒന്നും കിട്ടിയില്ല. നല്ല മഴ. എന്താ ചെയ്യ ഗായ്സ്, ആരെന്ന് കണിയെടുക്കുന്നൊന്നും അറിയില്ല. എത്രങ്ങാനും കിലോമീറ്റർ താണ്ടിയിട്ട് അവസാനം ഇങ്ങോട്ട് പോരുമ്പോൾ എജാതി ബ്ലോക്കിൽ പെട്ട് പറയണ്ട. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ ചടപ്പ് വരും അല്ലേ കുഞ്ഞോളെ, ഒരു വഴിക്ക് പോവാന്. സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ നിങ്ങളെ വീടൊക്കെ എടുത്ത് ഓരോന്ന് കാണിച്ചു തരാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ചടച്ചു പോയി. മഴയും ആകണ്ട് കൊടുത്ത ആകണ്ട് തൂഫാനായി അല്ലേ. എന്തായാലും എത്തപ്പോ കുഞ്ഞോള് ഇത് അങ്ങനെ ഈ മൂക്കും പൊത്തിയിരിക്കണ്. എന്താ അവള് ഇങ്ങനെ മൂക്ക് പൊത്താൻ കാരണം? ഏയ് ഏതായാലും ഒരു കാര്യം ചേട്ടാ, ഇന്നിപ്പോ അവിടെ വെക്കട്ടെ. നമുക്ക് നാളെ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് ആകെ കജന്ന് പോയി. ശരിയായിക്കോളും ഇൻഷാ അല്ലാ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.